ആറ്റുകാൽ ഭഗവതിക്കുള്ള മണ്ടപ്പുറ്റാണ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മണ്ടപ്പുറ്റ് ഉണ്ടാക്കാനുള്ള പയർ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് നല്ല അതിൻ്റെ തോല് കളഞ്ഞെടുക്കും. അപ്പോൾ തോലില്ലാത്ത പയർ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തോലുള്ള പയർ തന്നെ വാങ്ങി അത് തോല് കളഞ്ഞ് എടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് കേട്ടിട്ടുള്ളതും ഏറ്റവും നല്ലതൊന്നും. സോ ഞാൻ എപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെയും തോലുള്ള പയർ വാങ്ങി അത് വറുത്ത് ചൂടാക്കി എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ തോല് പാറിക്കളഞ്ഞ് കുറച്ച് തോലും ഇരിക്കണം, എന്നാൽ ഫുള്ളായിട്ട് തോല് പോവുകയും വേണ്ട, അങ്ങനെ ഒരു തരത്തിൽ നുറുക്കി എടുത്തിട്ടാണ് നമ്മൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മളിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ പാകമോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കടിച്ച് നോക്കുക, അങ്ങനെ പിന്നെ നിലത്ത് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പയർ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് തോല് കളഞ്ഞെടുക്കും കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ തോലിങ്ങനെ പാറ്റി ഇങ്ങനെ കളയണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേ അരി പൊടിക്കും, മാവ് അരിച്ചെടുക്കണം കേട്ടോ. ഞാനെപ്പോഴും പുന്നല്ലരിയുടെയാണ്, തവിട് കളയാത്ത അരിയുടെയാണ് അരി വറുത്ത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കാറ്. നല്ലതായിട്ട് വറുത്ത് മാവ് നന്നായിട്ട് ചൂടായി വരണം അരിച്ചെടുത്തതിന് ശേഷം, എന്നിട്ടാണ് നമ്മൾ പൊങ്കാലയ്ക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. ഞാൻ അരിപ്പൊടിയും അതുപോലെ തന്നെ ശർക്കര, നാളികേരം, ഏലക്കായ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാറ്. പയറാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. മണ്ടപ്പുറ്റിലെ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പയറുമാണ്. സാധാരണ ചില ആളുകൾ പഴം ചേർക്കാറുണ്ട്, ഞാൻ നോർമലി പഴം ചേർക്കാറില്ല. പഴം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ചിലർക്ക് പഴത്തിൻ്റെ ഇത് ഇഷ്ടമാവത്തില്ല. നോർമലി യഥാർത്ഥത്തിൽ നമ്മൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുമ്പോൾ പഴം ചേർക്കാറില്ല. ഈ തേങ്ങയുടെയും ശർക്കരയും ആ ഒരു മയത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മളൊരു മയം ഉണ്ടാക്കിയെടുത്ത് അതിൽ നമ്മളൊരു മനുഷ്യൻ്റെ തലയുടെ രൂപത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് അതിൽ നമ്മൾ കണ്ണും മൂക്കും ഒക്കെ സങ്കല്പിച്ച് വെച്ച് നമ്മുടെ കഴുത്തിന് മുകളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി നമ്മൾ ആറ്റുകാൽ ഭഗവതിക്ക് സമർപ്പിക്കുന്നതാണ് മണ്ടപ്പുറ്റ്. ഇത്തവണ മണ്ടപ്പുറ്റ് ഉരുട്ടുന്ന സമയത്ത് കണ്ണനെയും വിളിച്ചിരുത്തി കണ്ണന് വേണ്ടിയിട്ടും കണ്ണനും മണ്ടപ്പുറ്റ് ഉരുട്ടിയായിരുന്നു. പിന്നെ അതുപോലെ ശ്രാവന്തികയെ വിളിച്ചായിരുന്നു, ശ്രാവന്തികയെ ഉരുട്ടി. അപ്പോൾ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബലം ഉണ്ടാകുന്നതാണ്. ദേവിയുടെ ഇഷ്ട നൈവേദ്യങ്ങളാണ് മണ്ടപ്പുറ്റും തെരളിയും പായസവും. അതും ശർക്കര പൊങ്കലാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, ശർക്കര ചേർത്തുണ്ടാക്കുന്നത്. എല്ലായ്പ്പോഴും എല്ലാ പ്രാവശ്യവും ഞാൻ മണ്ടപ്പുറ്റും തെരളിയും പായസവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത്തവണയും വ്രതശക്തിയോടുകൂടിയും ഭംഗിയോടുകൂടിയും എത്രയും മനോഹരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്.